ഹലോ വെൽക്കം ടു ലിജീസ് കിച്ചൺ. അപ്പോൾ ഇന്നൊരു ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല കിടിലം പായസമാണ്. അപ്പോൾ കണ്ടു നോക്കൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് ഗോതമ്പ് എന്ന് വെച്ചാൽ കുത്തിയ ഗോതമ്പാണ്. നമുക്ക് കടയിൽ കുത്തിയ ഗോതമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. അതിൻ്റെ തവിയൊക്കെ, അതായത് മേലത്തെ തവിടൊക്കെ പോക്കിയ സംഭവമാണ്, തോലൊക്കെ പോക്കിയത്. അപ്പോൾ അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 1 കപ്പ് ഗോതമ്പിന് 4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത്, അപ്പം നമുക്കതിന് ഒരു 13 വിസിൽ വരുത്തിക്കണം. കാരണം ഞാൻ 10 വിസിൽ വരുത്തിച്ചിട്ട് വേവാഞ്ഞിട്ട് പിന്നെയും 3 വിസിലും കൂടെ വരുത്തിക്കുക ചെയ്തത്. അപ്പോൾ 13 വിസിൽ വരുത്തിച്ച് ഫുൾ ഫ്ലെയിമിലിട്ട് വിസിൽ വരുത്തിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ വിസിൽ വരുത്തിച്ചതിന് ശേഷമേ നമ്മൾ ശർക്കര ആഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എനിക്ക് വേണ്ടത്. കുറച്ചും കൂടെ നിങ്ങൾക്ക് വെന്ത് ഉടയണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വിസിൽ വരുത്തിച്ചാൽ മതി. പക്ഷേ ഇങ്ങനെ കടിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 4 കട്ട, അതായത് 4 കട്ട ശർക്കര ഇടുന്നുണ്ട്. ഒരു മീഡിയം സൈസ് 4 കട്ട ശർക്കര. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗോതമ്പ് കൈ കൊണ്ട് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കണമെങ്കിൽ ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ശർക്കര ഇട്ടതിന് ശേഷമാണ് അത് ചെയ്യുന്നത്. അതാണ് നിങ്ങളോട് ആദ്യമേ പറഞ്ഞത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് നേരെ നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കി പരിപാടികളൊക്കെ. ആദ്യം വെള്ളം ഒന്ന് അലിഞ്ഞ് നന്നോട്ട് വന്നിട്ട്, അപ്പോൾ ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു മീഡിയം മധുരത്തിന് വേണ്ടിയിട്ടാണ് 4 കട്ട ഇട്ടത്. കുറച്ചും കൂടെ നല്ല മധുരം വേണമെന്നുണ്ട് കുറച്ചും കൂടെ വെള്ളം ഇടാം, ഇത് ശർക്കര ഇടാം. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തത് എന്താ വെച്ചാൽ 1 കപ്പ് തേങ്ങാപ്പാൽ, തേങ്ങയുടെ 1-ാം പാലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പായസമൊക്കെ നന്നായിട്ട് വെന്ത് എന്താ പറയുക തിളച്ച് വന്നതിന്. അപ്പോൾ ഇനി നമ്മൾ എന്താ പറയുക കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ കൂടുതൽ തിളപ്പിക്കരുത്. അപ്പോൾ ജസ്റ്റ് ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് കുറച്ച് ഏലക്ക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏലക്കപ്പൊടി വിതറി കൊടുക്കാം. അപ്പോൾ ഞാനത് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചതിന് ശേഷം 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട്, നെയ്യ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂപ്പിച്ചിട്ട്, ആ നെയ്യിൽ മൂപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി, ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും നമ്മുടെ എന്താ പറയുക ഗോതമ്പ് പായസം ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. പക്ഷേ നമുക്ക് ആ ഗോതമ്പ് എന്താ പറയുക കടിക്കുമ്പോഴുള്ള ആ ടേസ്റ്റും വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഗോതമ്പ് പായസം. അപ്പോൾ ഇത് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ നുറുക്ക് ഗോതമ്പത്തിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഗോതമ്പത്തിനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.